പാലാ സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിൻ്റെയും ലയൺസ് ക്ലബ്ബ് ഓഫ് പാലാ ടൗൺ റോയലിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ മെഗാ നേത്ര പരിശോധനാ ക്യാമ്പും സൗജന്യ കണ്ണട വിതരണവും നടത്തി. പാലാ സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിൻ്റെയും ലയൺസ് ക്ലബ്ബ് ഓഫ് പാലാ ടൗൺ റോയലിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ തിരുവല്ല അമിത ഐ കെയർ ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ മെഗാ നേത്ര പരിശോധനാ ക്യാമ്പും സൗജന്യ കണ്ണട വിതരണവും നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ ബെന്നി മൈലാടൂരിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പാലാ നഗരസഭാ ചെയർമാൻ ശ്രീ തോമസ് പീറ്റർ നിർവഹിച്ചു. ലയൺസ് 318B ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി. അമിത ഐ കെയർ ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ ഖലീൽ അഹമ്മദ് ആമുഖ പ്രസംഗവും നടത്തി. സെൻറ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലിസി കെ ജോസഫ്, PTA പ്രസിഡന്റ് ശ്രീ പാട്രിക് ജോസഫ്, ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി ശ്രീ VM അബ്ദുൽ ഖാദർ, വാർഡ് മെമ്പർ ശ്രീമതി ബിജി ജോജോ എന്നിവർ ആശംസകൾ അറിയിക്കുകയും ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജസ്ലിം ബി ജോസും NSS വോളണ്ടിയേഴ്സും ക്യാമ്പിന് നേതൃത്വം നൽകി. വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ പാലാ നഗരസഭയ്ക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് ശ്രീ തോമസ് പീറ്റർ. തിരക്കിനിടയിൽ പോലും കൃത്യസമയത്ത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തിച്ചേർന്ന അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു. ഈ യോഗത്തിന്റെ മുഖ്യ പ്രഭാഷകൻ ലയൺസ് ക്ലബ്ബ് ചീഫ് കോർഡിനേറ്റർ ലയൺ സിബി മാത്യു ആണ്. കോർഡിനേറ്റർ എന്ന പദവിക്ക് തികച്ചും യോഗ്യനായ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. ആശംസകൾ അറിയിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി ബിജി ജോജോ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം നിൽക്കുന്ന ടീച്ചറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. നമ്മുടെ സ്കൂളിന്റെ നെടുതൂണായ നമ്മുടെ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ, സ്നേഹനിധിയായ സിസ്റ്ററിനെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. ഇന്ന് നടത്തപ്പെടുന്ന ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നത് ക്യാമ്പ് കോർഡിനേറ്ററായ ബഹുമാനപ്പെട്ട ഖലീൽ സാറാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിനെയും സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിലേക്ക് ഉപസ്ഥിതി അർപ്പിക്കുന്നത് നമ്മുടെ ഗസ്റ്റായ PTA പ്രസിഡന്റ് പാട്രിക് ജോസഫ് സാറാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ പരിപാടികളിലും സൂക്ഷ്മമായി നിൽക്കുന്ന എന്റെ എല്ലാ സഹപ്രവർത്തകരെയും മാതാപിതാക്കളെയും പഠിതാക്കളെയും ഏറെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ക്യാമ്പിന്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്ന പാലാ നഗരസഭയുടെ ഏറെ ബഹുമാന്യ ചെയർമാൻ ശ്രീ തോമസ് പീറ്റർ, വാർഡിന്റെ കൗൺസിലർ ശ്രീമതി ബിജി ജോജോ, നമ്മുടെ ഈ പരിപാടിയുടെ ചീഫ് കോർഡിനേറ്റർ ലയൺ സിബി മാത്യു, സിസ്റ്റർ ലിസി കെ ജോസഫ്, ഡോക്ടർ ജസ്ലിൻ ബി ജോസ്, MJF ലയൺ ശ്രീ PTA പ്രസിഡന്റ് ശ്രീ പാട്രിക് ജോസഫ്, ലയൺസ് ക്ലബ്ബ് ഓഫ് പാലാ ടൗണിന്റെ സെക്രട്ടറി ശ്രീ VM അബ്ദുൽ ഖാദർ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നമുക്ക് ഇന്ന് നേത്രരോഗം ഒരുപക്ഷെ പലരും അത്ര പ്രാധാന്യം കൊടുക്കാത്ത ഒരു രോഗമാണ്. പലപ്പോഴും കുട്ടികൾക്ക് ഇതുണ്ടായാൽ നമുക്ക് ചിലപ്പോൾ അറിയണമെന്ന് നിർബന്ധമില്ല. ഒരു വിദ്യാർത്ഥി അല്പം പ്രായം കഴിയുമ്പോഴേ അല്ലെങ്കിൽ വായിക്കുന്ന സമയത്തേ ഉള്ളൂ, അതിനെ വായിക്കാൻ
സാധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ അടുത്ത ഒരു ബന്ധു തന്നെ കുട്ടി, ആ കുട്ടിയുടെ അവന്റെ മാതാപിതാക്കൾ രണ്ടുപേരും ഡോക്ടർമാരാണ്. എങ്കിലും അവർ 1ാം ക്ലാസ്സിൽ പഠിക്കാനായ സമയത്താണ് അവരുടെ കാഴ്ചയ്ക്ക് അല്പം തകരാറുണ്ടായി. ഈ നേത്ര പരിശോധന ക്യാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിലായി ഈ വർഷം ഏതാണ്ട് 75ഓളം ക്യാമ്പുകൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ ദിവസവും 2 ക്യാമ്പ് വെച്ചൊക്കെയാണ് ഓരോ സ്കൂളുകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 75 ക്യാമ്പുകളിലൂടെ ഏതാണ്ട് 3000ഓളം കണ്ണടകൾ കുട്ടികൾക്ക് സൗജന്യമായി വിതരണം ചെയ്തു എന്ന് പറയുമ്പോൾ തീർച്ചയായും നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ ഈ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിൽ കണ്ണിന് ബുദ്ധിമുട്ടുള്ള, കാഴ്ചശക്തി കുറവുള്ള എന്തുമാത്രം കുട്ടികളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏതാണ്ട് 1000 രൂപ വില വരുന്ന 3000ഓളം കണ്ണടകൾ സൗജന്യമായി ചെയ്തു കൊടുക്കുവാൻ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ ലയൺസ് ബിക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇതൊരു നല്ല പുണ്യപ്രവൃത്തിയാണ്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഇനിയും ഉണ്ടായിരിക്കണം. കാരണം ഇത് കൂടുതൽ നല്ല രീതിയിൽ നമ്മുടെ ഈ 3 ജില്ലയിൽ ഒരു കുട്ടി പോലും കാഴ്ച ബുദ്ധിമുട്ടുന്നതോ കാഴ്ചയില്ലാത്തതോ ഉണ്ടാകരുത് എന്ന കാഴ്ചപ്പാടുകൂടിയാണ് ഞങ്ങൾ ഓരോ ദിവസവും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഈ സ്കൂളിൽ കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മുടെ ഇവിടുത്തെ എക്സമും പ്രോഗ്രാം ഓഫീസറും 2 പേരുമാണ് ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടത്. വളരെ നല്ല രീതിയിലുള്ള ഇടപെടലായിരുന്നു 2 പേരും. കാരണം എക്സമിനെ ഒറ്റ പ്രാവശ്യം വിളിച്ച ആ വിളിയിൽ കൂടി തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ എനിക്ക് മെസ്സേജ് ചെയ്തു നമുക്ക് ആ നേത്ര പരിശോധന ക്യാമ്പ് നടത്താമെന്ന്. ഞാൻ എക്സമിനെ വിളിച്ചത് വേറൊരു കാര്യത്തിനായിരുന്നു. ഇവിടെ ഞങ്ങളുടെ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിൽ വിവിധ സ്കൂളുകളിൽ, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലും കോളേജുകളിലും ഞങ്ങളുടെ ഒരു ലഹരി വിരുദ്ധ തെരുവ് നാടകം ഓരോ ഭാഗം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വരുന്നതിന്റെ ഭാഗമായി ഈ സ്കൂളിൽ ഒന്ന് വരാൻ വേണ്ടി ഈ സ്കൂളിലെ ഹെഡ്മാസ്റ്റർ വിളിച്ചപ്പോൾ അന്നേരമാണ് ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. തെരുവ് നാടകം നമുക്ക് 10-ാം തീയതിക്ക് ശേഷമേ വരികയുള്ളൂ. കാരണം ഞാൻ ആദ്യം തന്നെ വരാനായിട്ട് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ ഉന്നതമായ വിജയം കൈവരിച്ച് എത്രയോ ആൾക്കാർ നിങ്ങളുടെ പ്രവർത്തനം കണ്ടപ്പോൾ, അല്ലെങ്കിലും സെന്റ് മേരീസ് സ്കൂള് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രദേശത്തിന്റെ അഭിമാനമാണ്. NSS യൂണിറ്റിന്റെയും ലയൺസ് ക്ലബിന്റെയും ആഭിമുഖ്യത്തില് നേത്ര പരിശോധന നടത്തുകയാണല്ലോ. തീർച്ചയായിട്ടും ലയൺസ് ക്ലബ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളിവിടെ കേട്ടു. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും നിർധനരും അതുപോലെ കുട്ടികളെയും യുവജനങ്ങളെയും ഒക്കെ ഫോക്കസ് ചെയ്ത് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. ഈ അവസരത്തിൽ നമ്മുടെ ഈ സ്കൂളിൽ വരുവാനും ഈ ക്യാമ്പ് സംഘടിപ്പിക്കുവാനും ശ്രീ സാർ വളരെ ആഗ്രഹം കാണിച്ചു. This event has inspired in all of us. On behalf of Lions Club Pala Town Royal, NSS Unit and St. Mary's GHS പാല ടൗൺ റോയൽസിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബെന്നി മൈലാട്, നമ്മുടെ ഇന്നത്തെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ നഗരസഭാ പിതാവ് ബഹുമാനപ്പെട്ട തോമസ് പീറ്റർ സാർ, അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർ ബഹുമാനപ്പെട്ട ലിജി ജോജോ, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ ലൈൻ സിബി മാത്യു, സ്കൂളിന്റെ ഹെഡ്മിസ്ട്രസ് ലിസി കെ ജോസഫ്, ബഹുമാനപ്പെട്ട അബ്ദുള്ള ഖാൻ സാർ, അതുപോലെ ഇവിടെ ക്യാമ്പ് വിശദീകരണം നടത്തുന്ന ഹരീൽ സാർ, നമുക്ക് ഈ യോഗത്തിന് ആശംസ. NSS യൂണിറ്റിന്റെയും ലയൺസ് ക്ലബിന്റെയും ആഭിമുഖ്യത്തില് നേത്ര പരിശോധന നടത്തുകയാണല്ലോ. തീർച്ചയായിട്ടും ലയൺസ് ക്ലബ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളിവിടെ കേട്ടു. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും നിർധനരും അതുപോലെ കുട്ടികളെയും യുവജനങ്ങളെയും ഒക്കെ ഫോക്കസ് ചെയ്ത് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. ഈ അവസരത്തിൽ നമ്മുടെ ഈ സ്കൂളിൽ വരുവാനും ഈ ക്യാമ്പ് സംഘടിപ്പിക്കുവാനും ശ്രീ സാർ വളരെ ആഗ്രഹം കാണിച്ചു. ഇങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുകയാണ്. അപ്പം അടുത്തിരുന്ന യാത്രക്കാര്
സ്കൂൾ കുട്ടികൾക്കുള്ള സൗജന്യ കന്നഡ വിതരണവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിന്റെ പ്രസിഡന്റ് അതുപോലെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത പാലായുടെ പ്രിയങ്കരനായ നഗരസഭാ ചെയർമാൻ ശ്രീ തോമസ് പീറ്റർ അവറുകൾ, അതുപോലെ മുഖ്യ പ്രഭാഷണം നടത്തിയ ചീഫ് കോർഡിനേറ്റർ ശ്രീ വി മാത്യു, സ്വാഗതം ആശംസിച്ച ഡോക്ടർ ജസ്ലിൻ ബി ജോസ്, NSSന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ, അതുപോലെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന നമ്മുടെ പ്രിയകരിയായ മിസ്റ്റേഴ്സ് സിസ്റ്റർ ലിസി കെ ജോസ്, അതുപോലെ ഇവിടെ ക്യാമ്പിൽ എത്തിയിരിക്കുന്ന നമ്മുടെ ഡോക്ടർ ഖാലിദ്, അബ്ദുള്ള ഖാൻ, അതുപോലെ കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്ന